ഹലോ ഗൈസ്, എനിക്ക് മോഹിത് ശർമ്മയുടെ ഒരു ഡൈ ഹാർട്ട് ഫാനായിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. മോഹിത് ശർമ്മയെ നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ നാടിന്റെ ഒരു ധീര സൈനികനായിരുന്നു. 2009 ടെററിസ്റ്റ് എൻകൗണ്ടറിൽ ധീരമൃത്യു വരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പാകിസ്ഥാനിൽ സ്പൈ ആയിട്ട് പോയിട്ട് തീവ്രവാദികളുടെ ഇടയിൽ താമസിച്ച് അവരിൽ രണ്ടുപേരെ വകവരുത്തി അവരുടെ നീക്കങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ സൈന്യത്തെ വളരെയധികം സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാനിത് പറയാൻ കാരണം ഈ വീഡിയോ ഞാൻ എൻ്റെ ആ ഒരു ഫ്രണ്ടിനെ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ആ ഫ്രണ്ട് ഇപ്പം എന്നോട് വലിയ കോണ്ടാക്ട്സ് ഇല്ല. ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫോർ യു. എന്താണെന്ന് വെച്ചാൽ, ഞാൻ അടുത്ത് ഒരു സിനിമ കണ്ടു. ഈ സിനിമ നിങ്ങൾക്ക് അറിയുണ്ടാവും, ദുരന്തർ എന്ന് പറഞ്ഞ മൂവിയാണ്. അഭിപ്രായം അറിഞ്ഞിട്ടാണ് ഞാൻ പോയി കാണുന്നത്. ഓ ഗോഡ്, ഇറ്റ്സ് സച്ച് എ വണ്ടർഫുൾ മൂവി. നിങ്ങൾ ആരും ഈ സിനിമ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മിസ്സാക്കരുത്. ഉറപ്പായും തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് ഞാൻ അഡ്വൈസ് ചെയ്യുകയാണ്. കാരണം കണ്ടിട്ടില്ലെങ്കിൽ ഇതൊരു വലിയ നഷ്ടമാകും. അത്രയ്ക്കും ഒരു മികച്ച തിയേറ്റർ അനുഭവമാണ് ഈ ഒരു സിനിമ. 3.5 മണിക്കൂറുണ്ട്. ലെങ്ത് ഇത്ര കൂടുതലാന്ന് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല, ലാഗ് ഫീൽ ചെയ്യില്ല. അത്രയും ഇൻവോൾവിംഗ് ആയിട്ട് തിയേറ്ററിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഇത്. തീർച്ചയായിട്ടും റിയൽ ലൈഫ് ഇൻസിഡൻസിന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഭീഷണികൾ, അതിപ്പം കള്ളനോട്ടിന്റെ രൂപത്തിലാണെങ്കിലും തീവ്രവാദത്തിന്റെ രൂപത്തിലാണെങ്കിലും ഒക്കെ വളരെ പച്ചയായിട്ട് തന്നെ, സാധാരണ നമ്മൾ ഇന്ത്യൻ മൂവീസ് കാണുമ്പോഴൊക്കെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നിട്ടാണ് നമ്മൾ പാകിസ്ഥാന്റെ കാണാൻ, മറ്റേതെങ്കിലും രാജ്യത്തെ നോക്കിക്കാണുക. ഇത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ രാജ്യത്തെ നോക്കി കാണുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ പല റിയാലിറ്റീസും പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ തീമും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ആദ്യം മോഹിത് ശർമ്മയുടെ കഥ പറഞ്ഞത് ഇതിന്റെ ഒരു ബേസിക് ത്രെഡ് ആയിട്ട് വരും. ബട്ട് ഇറ്റ്സ് നോട്ട് ദ റിയൽ സ്റ്റോറി ഓഫ് മോഹിത് ശർമ്മ. മോഹിത് ശർമ്മയുടെ ചില റിഫ്ലക്ഷൻസ് ഇതിൽ ഉണ്ടാവാം. ഇത് പറയുന്ന ആ ഒരു ചരിത്രം അത് റിയൽ തന്നെയാണ്. അതിൽ പലതും നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള പല തീവ്രവാദ ആക്രമണങ്ങളും ഇതെല്ലാം സിനിമയിൽ പരാമർശിച്ചു പോകുന്നുണ്ട്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇനി മാർച്ചിൽ വരുന്നുണ്ടെന്ന് അവസാനം എഴുതി കാണിക്കുന്നുണ്ട്. ഉറപ്പായും ഞാനിത് കാണും, മിസ്സാക്കില്ല. ഇനി ഇതിന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ്, ഡയറക്ഷൻ, മ്യൂസിക് ഡയറക്ഷൻ, സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, ആക്ടിങ് എല്ലാം ഒന്നിനൊന്ന് മച്ചാണ്. ഇതിൽ കുറേ റിട്രോ ട്രാക്സ്, ഹവാ ഹവാ പോലെയുള്ള റംബാ ഹോ ഹോ ആ പാട്ടൊക്കെ, അതൊക്കെ ഈ സിനിമയുടെ ആഡ് ഓൺ എന്റർടൈൻമെന്റ് വാല്യൂ ആണ്. പിന്നെ പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹീറോയിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓ ഷീ സോ ബ്യൂട്ടിഫുൾ എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചു. പക്ഷെ ആ മുഖം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് എനിക്കൊരു ഫീലിംഗ് തോന്നിയിരുന്നു കേട്ടോ. ഒരു 10 വർഷം മുന്നേ ഇറങ്ങി ആൻ മറിയ കല്ലിപ്പിലാണെന്ന് പറഞ്ഞൊരു മലയാള സിനിമയിലെ കുഞ്ഞു കുട്ടിയുണ്ട്. ആൻ മറിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ അവതരിപ്പിച്ച ആ കുട്ടിയുടെ അതേ ഫേസ് കട്ട് ആണല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴാണ് അത് അതേ ആക്ട്രസ് ആണത്. ആ കുട്ടി വളർന്ന് വലുതായി ഇപ്പം 20 വയസ്സായി ആ കുട്ടിക്ക്. ശരിക്കും ഞാൻ വിചാരിച്ച പാകിസ്ഥാനി ആക്ട്രസ് ആയിരിക്കും എന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചത്. ഒരു സൗത്ത് ഇന്ത്യൻ ബന്ധമുള്ള ഒരാളാന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. ഒരു മൂവി ലവറിനെ സംബന്ധിച്ച് ഒരു ട്രീറ്റ് ആണ് അത്. എനിക്കും അത് അത്രയും എൻഗേജിങ് ആയിട്ടും ഇൻവോൾവിംഗ് ആയിട്ടും ഇഷ്ടമായിട്ടും തോന്നി. അത് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റെന്തെങ്കിലും വിഷയമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.